ഷെരീഫ് ഭായിയുടെ വീടാണ് ഇത്. നമ്മുടെ പഴയ ടൈപ്പ് വീടാണ്. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾ എല്ലാവരും പണിയുന്ന വീടുകളൊക്കെ ഇതുപോലെയാണ്. പഴയ പഴയ വീടുകളാണ്, നല്ല വിശാലമായ വീടുകളാണ്. ഇത് പഴയ സൗദികളുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെരീഫ് ഭായിയുടെ റൂമിലേക്ക് കയറാം. മക്കളെ വാല് ഓർക്കണോ നോക്കട്ടെ. നമ്മുടെ റിയാദിൽ നിന്ന് വന്ന നമ്മുടെ സാക്കിബേ ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഇതാണ് അവരുടെ റൂമിലേക്ക് കയറുന്ന എൻട്രൻസ്. ഇവിടെ പുറകിൽ ആരും നിൽക്കുന്നുണ്ട് കേട്ടോ. പുറകിലുള്ള ആളുടെ പേരെന്താ? മിൻഹ. നോക്കി പറ. ഇവിടെ വാ. ഹായ് പറഞ്ഞേ. പേരെന്താ? അപ്പൊ നമ്മുടെ ഷെരീഫ് ഭായിയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ രാത്രി എത്തി. രാത്രിത്തെ യാത്രകളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നലെ രാത്രി നന്നായിട്ട് അടിച്ച് പൊളിച്ച് കുറെ പാട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ട്രീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങി. ഇന്നതേ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ സാക്കിബൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. റിയാദിൽ നിന്ന് എത്തിയതാണ്. അപ്പോൾ ഇവരുടെ വീടിനെ പറ്റി പറഞ്ഞാൽ പഴയ സൗദികളുടെ വീടാണ്. നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അത് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും എല്ലാം. അപ്പൊ ആ ഒരു രീതിയും ആ ഒരു ശൈലിയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഫസ്റ്റ് കയറി വരുമ്പോ തന്നെ ഇവിടെ ചെറിയൊരു ഓപ്പൺ സ്പേസ് ആണ്. നിങ്ങൾക്ക് കാണാം, ചെറിയ നമ്മുടെ അവിടെ മുറ്റമൊക്കെ പോലെ ടൈലൊക്കെ ഇട്ടിട്ടാണ്. ഇവിടെ ചെറിയ ചെടിയും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇവിടെ ബാത്റൂം, ഔട്ടർ ബാത്റൂം ഉണ്ട്, ചെറിയൊരു വാഷിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇനി വീടിന്റെ അകത്തേക്ക്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് കാണാം. 2 കോറിഡോറിലും നമുക്ക് റൂംസ് ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട് 2 സൈഡിലും. കൂടാതെ കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് മുകളിലേക്ക് ഒരു സ്റ്റെയർകേസ് കാണാം. അത് മുകളിൽ നമ്മുടെ നാട്ടിൽ മച്ചൊക്കെ പോലെ ഒരു സെറ്റപ്പാണ്. അത് ആക്ച്വലി ഇപ്പോൾ യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊടി പിടിച്ച് കിടക്കാണ്. സോ അത് ലോക്ക്ഡാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ സൗദിയിലെ ഒട്ടുമിക്ക വീടുകളുടെയും കളർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു മണലിൻ്റെ ഒക്കെ കളറാണ്. അപ്പൊ ഇവിടുത്തെ വീടും ഇതേ നോക്കുമ്പോൾ പെയിന്റ് ഒക്കെ മണലിന്റെ ഷെയ്ഡാണ് ഇവിടുത്തെ പെയിന്റിങ്ങും. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്, ബെഡ്റൂം. അവിടെ മുജീബ് നമ്മുടെ സാക്കിബും കളിക്കാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ഫസ്റ്റ് റൂം. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന റൂമാണ്. പിള്ളേർക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന റൂം കേട്ടോ. പഴയ സൗദികളുടെ ഒരു ശൈലിയാണ്. 2 ഇടനാഴിയുടെ 2 സൈഡിലുള്ള റൂം കേട്ടോ. ഇനി ഇതാ ഇവിടെയും ഒരു റൂം ഉണ്ട്. ഇതിന്റെ എൻട്രൻസ് നമുക്ക് അപ്പുറത്താണ്. ഈ എൻട്രൻസ് ലോക്ക് ചെയ്തേക്കാണ്. 2 എൻട്രൻസ് സെയിം റൂമിലേക്ക് ഉണ്ട്. ഇത് ലോക്ക്ഡ് ആണ്. അപ്പൊ ഇവിടെയും ഒരു വലിയ റൂമാണ് കേട്ടോ. അത് നമുക്ക് കാണാം. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്, ചെറിയൊരു ബെഡ്റൂം. അപ്പൊ ഇന്നലെ ഞങ്ങൾ കിടന്നതിന്റെ മേളമൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സൗദിയിലെ ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനാണ്. മരങ്ങളുടെ ടൈപ്പ് ഒരു സംഭവം വന്നിട്ട് ഒരു പഴയ ടൈപ്പ് ഡിസൈനാണ് അത് ഈ കാണുന്ന ഈ ഒരു കവാടം പോലെ അവർ ചെയ്തിരിക്കുന്നത്. സൗദികളുടെ പഴയ ടൈപ്പ് വീടുകളിലെല്ലാം ഈ ഒരു ഡിസൈൻ മാത്രമല്ല, ഈ ഭിത്തികളിൽ കൊടുത്തിരിക്കുന്ന ഈ പെയിന്റ്, അതേപോലെ ഈ ഒരു സാൻഡ് കളർ ഡിസൈൻസ് ആണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ കണ്ട കളർ കോമ്പിനേഷൻസ്, അതേപോലെ ഇവരുടെ ടോപ്പിൻ്റെ ഡിസൈനുകളൊക്കെ കണ്ടോ. ഈ ഡിസൈനുകളൊക്കെ ഒരു പ്രത്യേകത. സൗദികളുടെ വീടുകളിൽ, അതായത് സാധാരണ ഒരു ലെവലിലൊക്കെ വരുന്ന സൗദികളുടെ വീടുകളാണ് ഈ ശൈലികളിൽ. ഇത് കണ്ടേ അരഭിത്തി പണിത പോലെയാണ് ഇവരുടെ പെയിൻറ്റിങ് ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം. ഈ റൂമിൻ്റെ നമ്മുടെ ഒരു ചായപ്പ് പോലെ ഒരു വീതിയുള്ളൊരു വഴി പോലെ വച്ചിട്ട് ആ വഴിയുടെ സൈഡുകളിലാണ് ഇവർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഡൈനിങ് ആണ്, ഡൈനിങ് ഹാളാണ്. അത് കൂടാതെ നിങ്ങൾ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കിച്ചൺ. അവരുടെ കിച്ചണാണ്. കിച്ചണിലേക്ക് ഇവിടെ മിറർ ഇട്ടേക്കാണ് അവർ. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ടൈൽസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഭിത്തികളിലൊക്കെ ഉള്ള ഡിസൈൻസ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ടൈപ്പ് ഡിസൈനുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ കിച്ചൺ കേട്ടോ. കണ്ടില്ലേ, നല്ല വിശാലമായ കിച്ചണാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ അതിലും നല്ലൊരു സെറ്റപ്പ് കിച്ചണാണ് കേട്ടോ. എന്തായാലും ലേഡീസിനൊക്കെ നല്ല ഫ്രീ ആയിട്ട് നിന്ന്
വർക്ക് ചെയ്യാൻ പാകത്തിനുള്ളൊരു അടിപൊളി കിച്ചണാണ്. കണ്ടില്ലേ ഇവിടെ ഷെൽഫൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റ് ചെയ്യും പോലെ കുറേ ഷെൽഫുകളൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് ഇത് കിച്ചണൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഫാമിലീസൊക്കെ താമസിക്കില്ലേ ആ ഒരു ലെവലിലുള്ള. ഇപ്പം എല്ലാവരും കുക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കാണുന്നത്. എല്ലാവരും മാറി. ഇപ്പം ഞാൻ തക്കം പാത്ത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ഇത്ര നേരം ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാണ്. അതായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇവിടെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കാണുമ്പോൾ ശരിക്കും സൗദിയിൽ ഇത്ര വലിയ ഒരു അടുക്കളയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യമാണ് കേട്ടോ. ഇത് മറ്റൊരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെയുള്ള നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ഡോറ്, ഇങ്ങോട്ട് ഓപ്പണിംഗ് ആയിരുന്നു ആ ഡോറ്, അത് അവിടെ ലോക്ക്ഡ് ആണ്. അപ്പൊ ഇതാണ് ആ വലിയ റൂം. അതെ, ഈ റൂമിന്റെ ഡിസൈൻസ് നമ്മൾ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഭിത്തിയിലുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടോ. സൗദികളുടെ ആ ഒരു ട്രഡീഷണൽ അവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഒരു ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഈ പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഭിത്തികളിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ടോ. ഭിത്തികളിൽ നല്ല ഒരു ഡിസൈൻസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന ഒരു സാധനങ്ങളാണ് കേട്ടോ. അതെ, ക്രിസ്റ്റൽ പോലെ എന്തൊക്കെയോ വെച്ചിട്ടാണ് അവർ ആ സാധനം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. വീടിന്റെ റൂമിന്റെ അകത്ത് ഇതേപോലത്തെ ഡിസൈൻസ് ഒന്നും കോമൺലി നമ്മളൊന്നും നാട്ടിൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യസ്തമായ രീതിയായിട്ട് തോന്നി. വീടിപ്പോ നമ്മൾ കണ്ടില്ലേ, ഇത് ശരിക്കും ഒരു വീടിന്റെ പകുതി മാത്രമേ ഉള്ളൂ. നമ്മൾ കയറി വന്നിടത്ത് ശരിക്കും 2 എൻട്രൻസ് ഉണ്ട്. അവിടെ പാർട്ടീഷൻ നടത്തിയേക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ ലേഡീസും ജെന്റ്സും ഒക്കെ ഒരു ഡോറിൽ കൂടെ അല്ല കയറി വരുന്നത്. അത് 2 ഇവിടെ സൗദിയിൽ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അപ്പോൾ ഒരു എൻട്രൻസ് ഇവർ പാർട്ട് ചെയ്തെടുത്തു, മറ്റത് വേറൊരു പാർട്ടി, വേറൊരു ഫാമിലി ആൾക്കാരൊക്കെയാണ് വേറൊരു പാർട്ട്. അത് ഇതിലും വലുതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി പണ്ടത്തെ സൗദിയുടെ സെറ്റപ്പ്. സൗദികളെ സംബന്ധിച്ച് ഒരു ചെറിയ റൂമാണ്. കാരണം ഇതുപോലെ തന്നെ ഒരു സെക്ഷൻ ഇതിലും വലുത് തൊട്ടപ്പുറത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ 2 എൻട്രൻസ് ആണ്. അപ്പൊ ഒരു എൻട്രൻസിലുള്ള ഒരു സെക്ഷനാണ് ഇത്. ഒന്നുകിൽ ലേഡീസിന് മാത്രം അല്ലെങ്കിൽ ജെന്റ്സിന് മാത്രം. അപ്പൊ ഇതിലും വലിയ റൂമുകളാണ് അപ്പുറത്തെ സെക്ഷൻ. അങ്ങോട്ട് നമുക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. എങ്ങാനും പറ്റിയാൽ അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് ഇവരുടെ പോർഷനാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. കണ്ടില്ലേ, സൗദിയിലെ ഒരു വീടിന്റെ ഒരു സ്റ്റൈലൊക്കെയാണ്. എന്തായാലും നല്ലൊരു ഫീലാണ് കേട്ടോ. കാരണം അവരുടെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമിൽ അത് നല്ല സ്പേസ് ആണ്. അതേപോലെ അവരുടെ ഡിസൈൻസ് ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു സാധാരണ ലെവലിലുള്ള അത്യാവശ്യം ഇതൊക്കെ ഉള്ള ഒരു സൗദികൾ താമസിക്കുന്ന ലെവലിലുള്ള ഒരു വീടാണ്. ഒരു പഴയ ടൈപ്പ് സ്റ്റൈലുള്ള അവരുടെ വീടുകള്. അതെ, അവരുടെ ഒരു 1 സൈഡ് ആണ്. പിന്നെ അതേപോലെ 2ഉം 3ഉം ഒക്കെ വിവാഹം കഴിച്ച ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2-3 സെക്ഷൻസ് അപ്പുറപ്പുറമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് അവരുടെ സ്റ്റൈൽ. 1, 2, 3 ഒക്കെ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവര് തുല്യമായി തന്റെ മക്കളെയും ഭാര്യേനെയും എല്ലാവരും നോക്കുന്ന രീതിയിൽ തുല്യമായി ഇതേപോലെ വലിപ്പമുള്ള 2ഉം 3ഉം വീടുകൾ ഉണ്ടാവും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട്. ഇത് പുറത്തേക്കുള്ള വഴിയാണ് കണ്ടോ. പുറത്തെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല പുറത്തുള്ളൊരു സൗകര്യമുള്ളൊരു സ്പേസ് ഉണ്ട് കണ്ടോ. ഇതാണ് ഒരു ഓപ്പൺ എയർ സ്പേസ് ആണ് ഇവരുടെ വീടിൻ്റെ. അതായത് നമ്മുടെ വീടിൻ്റെ പുറകിലൊക്കെ നമ്മൾ തുണി അലക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെയുള്ള ഒരു സ്പേസ് ആണ് ഇത്. ഇവിടെ ഒരു പുറത്തൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഡോറ് കണ്ടോ, അത് പുറത്തേക്കുള്ള ഡോറാണ്. അവരുടെ വേറൊരു സെക്ഷൻ വഴി പുറത്തുനിന്ന് അകത്തേക്ക് വരാനുള്ളൊരു വഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയും കൂടിയാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ട ഇതെന്താണെന്ന് മനസ്സിലാവാൻ സാധ്യതയല്ല. ഈ വലിയ ഒരു ഹോള് പോലത്തെ സംഭവം സെപ്പറേറ്റ് അവരുടെ റൂമിൻ്റെ പുറത്ത് ഈ കാണുന്ന ഒരു ഷെഡ് പോലത്തെ സാധനമാണ്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ ബാത്റൂം സംഭവങ്ങൾ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. നമ്മുടെ ഫാമിലികൾക്ക് പോയി സെപ്പറേറ്റ് ഒരു നടത്താൻ പറ്റിയ സംഭവം പുറത്ത് വന്നിരുന്നത് ഫ്രീ ആയിട്ട് വേറൊരു സ്പേസ് ആയിട്ട്. വീട്ടിൽ ആരെയും ശല്യപ്പെടുത്താണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു ഔട്ട് ഹൗസ് എന്ന് വേണമെങ്കിൽ. അതെ. സൗദികള് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടേതായ വലിയ ഇരിപ്പിടങ്ങളുണ്ടല്ലോ, വലിയ ഇരിപ്പിടങ്ങളൊക്കെ വച്ചിട്ട് അവർ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെയാണ് യൂസ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മുടെ ആളുകളാകുമ്പോൾ അതേപോലെ വലിയ അത്ര ആർഭാട മോഡികളിലേക്കൊന്നും പോവില്ലോ. പഴയ സൗദികളുടെ ഒരു സാധനമാണ് വച്ചിരിക്കുന്നത്. അതായത് അവരുടെ മരുഭൂമിയിൽ അവർ തീ കായുന്നതും കാവുണ്ടാക്കി കുടിക്കുന്നതും, അതേപോലെ അവർ ഗണ്ണടക്കം അതിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ മാറ്റുകളാണ് അവർ എല്ലാ ഇരിപ്പിടങ്ങളിലും ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയ ഒരു മജ്ലിസ് പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അതിലാണ് അവർ ഫാമിലിയൊക്കെ ഇരുന്ന്
സെർവ് പറയുന്നതും അവിടെ ഫുഡ് കഴിക്കുന്നതും ഒരു പ്രത്യേക ശൈലിയാണ് അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ. റസൂൽ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദി അറേബ്യയിൽ സൗദി അറേബ്യ അറേബ്യൻ മണ്ണിൽ ആളുകൾക്കായിട്ട് കാണിച്ചു കൊടുത്തൊരു ഫുഡ് രീതിയാണ് എല്ലാവരും കൂടിയിരുന്ന് മജിൽസായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ആ ഒരു രീതി അവർ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം നിലത്തിരുന്ന് എല്ലാവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ശൈലിയും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളും ഇപ്പം തുടരുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ പോലും ആ മജ്ലിസൊന്നും മാറ്റിയിട്ടില്ല, ആ ഒരു ഇരിപ്പിടവും മാറ്റൊന്നും മാറ്റിയിട്ടില്ല, അവരും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സിനെ ഇന്നലെ കിടന്ന ബ്ലാങ്കറ്റായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ പുറത്തേക്കുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഷെരീഫ് ഭായി നമുക്ക് നല്ല വിഭവ സമൃദ്ധമായ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷമീർക്കായും മുജീബ് കായൊക്കെ അതേ ഓൾറെഡി അതെ തള്ളി തുടങ്ങി. ഫുഡ് അതെ ഷെരീഫ് ക നല്ല അടിപൊളിയായിട്ടാണ് 2 നേരം നമുക്ക് ഫുഡ് സെറ്റ് ചെയ്തത്. ഫുഡ് പൊളിച്ചു, ശ്രവണ സുന്ദര മനോഹരമായ ഫുഡ്. അതെ മുജീബ് എന്താ പറയാനുള്ള തള്ളക്കില്ലേ? തള്ളു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഷെരീഫ് ഖാനെയാണ് ഇനി കാണിക്കേണ്ടത് കേട്ടോ. ഷെരീഫ് ഖാ ഒരു ഹായ് പറഞ്ഞേക്ക് എല്ലാവരോടും. ഷെരീഫ് ഖായാണ് നമ്മുടെ മുത്തുമണി, അതായത് ഷെരീഫ് ഖായുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ അവിടെ എല്ലാവരും നല്ല തകൃതിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ വിശന്ന് തുടങ്ങി. അപ്പൊ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാവും അല്ലേ വിസ്നാമ? വിസ്നാമെ കൂടെ ഓടി പറന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ. ദമാമിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പാക്കി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നു. ഷെരീഫ് ഭായിയുടെ ഷോപ്പും നമുക്കൊന്ന് കാണാട്ടെ. നമ്മൾ ഷോപ്പും കാണിച്ചു തരാം. അതേപോലെ ഒരു പുതിയ റെസ്റ്റോറൻറ്റും കൂടിയും തുടങ്ങുന്നുണ്ട് അല്ലേ ഷെരീഫ് ഭായി? റെസ്റ്റോറന്റ് ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ ചൈനീസ് അറബിക് മിക്സ് ആയിട്ടുള്ള, കാരണം എല്ലാ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡാണ്. ഓക്കെ, ദമാമില് ഇവര് റെസ്റ്റോറന്റ് ഫീൽഡിന്റെ ആയിരുന്നു. ദമാമില് റോസ് റെസ്റ്റോറന്റ് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. നല്ല ഫുഡും കാര്യങ്ങളും നല്ല അഭിപ്രായമുള്ള ഒരു ഇതായിരുന്നു. നാരിയ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഷെരീഫ് ഭായിയുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഉടൻ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കും എല്ലാവരും നാരിയയിലുള്ള എല്ലാ പ്രവാസികളുമായിട്ട് നമ്മുടെ കണക്ഷൻ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഒക്കെ തുറന്നപ്പോൾ നല്ല ഓക്കെ, അപ്പൊ അവരോടുള്ളൊരു നന്ദിയും കൂടിയും അല്ലേ? എന്തായാലും അപ്പൊ ഒരുപാട് സന്തോഷം. ഷെരീഫ് ഭായിയുടെ ഇവിടെ ഞങ്ങൾ 2 ദിവസം അടിച്ചു പൊളിച്ചു. ഇന്നലെ നൈറ്റ് നല്ല കിടിലൻ ഫുഡായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ഫുഡ്, അതേപോലെ ഇന്ന് വൈകിട്ട് ചെറിയൊരു ട്രിപ്പിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇന്ന് തന്നെ പോകും. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് മുഫ്ലി, നമ്മുടെ ഷെരീഫ് ഭായിയുടെ മോനാണ്. അപ്പൊ അവരുടെ ഷോപ്പിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവനും അതേപോലെ നിന്റെ ബ്രദറും ഉണ്ട്, മോസിൻ. അപ്പൊ എല്ലാവരും കൂടിയാണ് നോക്കണ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. എന്താണ് ഇവിടുത്തെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോ കറങ്ങാൻ പോകുന്നതും ഇവിടുത്തെ ട്രിപ്പിംഗ് മൂഡ് അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതോ കാണാത്ത സ്ഥലമൊന്നുമില്ല ഇവിടെ. പിന്നെ ഡെസേർട്ടും ക്യാമ്പിംഗും ക്യാമ്പിംഗ് ടൈമിന് ക്യാമ്പിംഗ് സൗദികള്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം അല്ലേ? कैसा है शॉप में? काम कैसा है? कम अच्छा है कोई नहीं है इंशाल्लाह चल रहा है. ओके, താങ്ക് യു. ओके, ഡേറ്റ്സിന്റെ കൗണ്ടർ ഒക്കെ ഉണ്ടായിരുന്നു. ഡേറ്റ്സിന്റെ കൗണ്ടർ കണ്ടപ്പോൾ നമ്മള് നമ്മുടെ ഷോപ്പിൽ കണ പേരിന്റെ കട റഷീദ് ഭായിക്ക് ഡേറ്റ്സിനെ പറ്റി ഒരുപാട് അറിയാം. ഇപ്പോൾ സൗദി അറേബ്യയിൽ നമ്മൾ കാണുമ്പോൾ അതെല്ലാം കഴിക്കുന്ന ഡേറ്റ്സ് സെയിം ആണെന്ന് തോന്നും. പക്ഷേ ഡേറ്റ്സിൽ തന്നെ പല വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ റഷീദ് ഭായി ചോദിക്കുന്നത് എന്തൊക്കെയാണ് സംഭവങ്ങൾ? റഷീദ് ഭായി, ഇതാണ് നമ്മുടെ അജുവ. ഇത് ഒറിജിനൽ സാധനം. മദീനത്ത് കിട്ടണ അല്ലേ? ഇതിന്റെ പിന്നെ കോപ്പി വരുന്നുണ്ട്. സെയിം എന്ന് പറഞ്ഞ സാധനം കാണുമ്പോ സെയിം ഉണ്ടാവും. ബുറൈദ അല്ലേ? പക്ഷെ ഇത്ര ഉണ്ടാവില്ല. ഇത് ഒറിജിനൽ നമ്മുടെ മദീനത്ത് നല്ല സോഫ്റ്റ് ടൈപ്പ്. മധുരവും മദീനാണ്. റഷീദ് ഭായ് ഇവിടെ സൗദി അറേബ്യയിൽ 21 വർഷമായിട്ട് ചെയ്യുന്നത് ഈ ഒരു ഗാവയുടെ ഇതും അതേപോലെ ഈത്തപ്പഴമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കലക്കി കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ആളല്ലേ. അത് നമ്മൾ ദിനം ചെയ്യുന്ന ജോലി ചെയ്തായതുകൊണ്ട് എന്തായാലും നമ്മൾ പഠിക്കുമല്ലോ അല്ലേ?
അപ്പൊ ഈ എന്താണ് നമ്മുടെ നാട്ടിൽ അറിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. എന്താണ് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ മക്കത്തും മദീനത്തൊക്കെ പോയ അജുവ എന്ന് പറഞ്ഞിട്ട് 20 റിയാൽ 25 റിയാലിനെ കൊടുക്കുക. അത് ഒറിജിനൽ അജുവൊന്നല്ല. ഒറിജിനൽ അതും അങ്ങനെ കിട്ടില്ല. അവിടെ നമ്മുടെ ഷെരീഫ് ഭായിയുടെ മോനാണ് കേട്ടോ. ഓക്കെ, ഷെരീഫ് ഭായിയുടെ പേര് പറഞ്ഞോടാ. എല്ലായിടത്തും മാസ്ക് ഒന്ന് മാറ്റിക്കോ. മൂസിനാണ്. അപ്പൊ മൂസിനും അതേപോലെ നമ്മുടെ മുഫ്ലിയാണ് ഷോപ്പിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വാപ്പാക്ക് ഭയങ്കര സപ്പോർട്ടാണ് മക്കള്. അത് എൻ്റെ വാപ്പാക്ക് ഇച്ചിരി സ്വസ്ഥാണ് അല്ലേ, റെസ്റ്റ് ചെയ്യാം. റിയാദിൽ നിന്ന് മുദീർ ഒപ്പി മിസ്റ്റർ നാസറൊക്കെ അതേ പോവാണ്. നാസർക്ക ഇനിയിപ്പോൾ 400 കിലോമീറ്റർ അല്ലേ? 470 കിലോമീറ്റർ. ഇതേ ഇപ്പം ഓടിക്കാൻ പിന്നെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സേഫായിട്ട് പോയിട്ട് വരാം. ഉഷാറാവട്ടെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത വരവിന് കൂടാ അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരും എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതെ.